ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പുതിയ വണ്ടി മേടിച്ചിരുന്നത് ഇത് മാരുതി സുസുക്കിയുടെ XL6 Plus ആണ്. ഇതൊരു 10 days ആയിട്ടുള്ള ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. സോ ഞങ്ങൾക്ക് പഴയ വണ്ടി ഉണ്ടായിരുന്നു, അത് പഴയതായതുകൊണ്ട് അത് വിറ്റ്. അപ്പോൾ ആൾക്കാർ എല്ലാവരും കൂടി പോകുന്ന കാരണം ദിസ് വണ്ടി മേടിച്ച്. സോ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. സോ ഞങ്ങൾ ചൂസ് ചെയ്തത് വൈറ്റ് ആണ്. സോ ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനായിട്ട് വരുന്നത്. ഇവിടെ പിന്നെ എക്സ്ട്രാ ഞങ്ങളിവിടെ ക്രോം ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും താഴെയും ഇവിടെയും, പിന്നെ പുറകിലത്തെ ലൈറ്റ്സിൻ്റെ ഇവിടെയും. പിന്നെ ഇതിൻ്റെ ടയർ വരുന്നത് അലൂവി വീൽസിൻ്റെ 16 inch വിഡ്ത്തുള്ള ടയറാണ്. ഒക്കെ ഇതിൻ്റെ ഒപ്പം വരുന്നതായിരിക്കില്ല, എക്സ്ട്രാ ഫിറ്റ് ചെയ്തതാണ്. സോ അതിനൊരു പ്രത്യേക ലുക്കും വരുന്നുണ്ട്. സോ നമുക്കിങ്ങനെ ഫ്രണ്ട് പോർഷനോട്ട് വരാം. ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു ഗ്രിൽ വർക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് ഒരു നല്ലൊരു ഹെവി വർക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇതുമ്പോൾ നമ്മൾ ടെഫ്ലോൺ കോട്ടിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സോ അത് ലൈക്ക് ഇവിടെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് നിൽക്കുള്ളൂ. ആൻഡ് ഓൾസോ പൊടിയൊന്നും ഇവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല. ആൻഡ് നല്ല ഷൈനിങ് എഫക്റ്റും കൊടുക്കും. നമുക്കപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ടേക്ക് വരാം. ഇതും സെയിം തന്നെയാണ് അപ്പുറത്ത് ഉള്ളതായത്. സെയിം ക്രോം ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്ക്. ഇതിന്റെ ബാക്ക് ഇവിടെ പകുതി ഭാഗം മൊത്തം ബ്ലാക്ക് ആണ്. ആൻഡ് ഇവിടെ ആണ് വൈറ്റ് വരുന്നത്. ഇവിടെ സ്പോയിലേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി ഉണ്ടാകുന്നതാണ്. ആൽഫ പ്ലസിലും വരുന്നതാണിത്. ആൻഡ് അവിടെ ഷാർക്ക്ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. സോ ഇവിടെ നമുക്ക് 3D മാറ്റ് എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ഈ സീറ്റ് മടക്കാം. അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ പോർഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലഗേജ് വെക്കണമെങ്കിൽ വെക്കാം. ഭാഗത്തിലോട്ടേക്ക് പോവാം. ഇത് നമുക്ക് കീഴിലാണ് തുറക്കാൻ പറ്റും. ജസ്റ്റ് 1 meter ഡിസ്റ്റൻസിൽ കീ നിന്നിട്ട് നമുക്കിവിടെ ബട്ടൺ ഓൺ ആക്കി തുറക്കാം. നമുക്കിവിടെ ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ കുപ്പി വയ്ക്കാം. പിന്നെ ഓൾസോ എക്സ്ട്രാ സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. ആൻഡ് ദെൻ ഹിയർ നമുക്ക് ഇവിടുത്തെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട്. ആൻഡ് ഇവിടെ ഫുൾ കാർ ഫുള്ളും ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും. പിന്നെ ഇത് വിൻഡോസ്, പുറകിലത്തെ വിൻഡോസൊക്കെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്യാൻ. പിന്നെ വിൻഡോസ് പുറകിലത്തെയും ഫ്രണ്ടിലത്തെയും ഒക്കെ തുറക്കാനും അടിക്കാനായിട്ട്. ആൻഡ് ഇവിടെയാണ് ഡോറിൻ്റെ ലോക്ക് വരുന്നത്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിന് ലെതർ ഫിനിഷ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോൾ ആണുള്ളത്. 40 kilometers കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് സെയിം അതിൽ തന്നെ പോകാനാണെങ്കിൽ ഇത് നമുക്ക് പ്രസ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് കിലോമീറ്റേഴ്സ് കൂട്ടണമെങ്കിൽ ഇത് മുകളിലേക്ക് ചെയ്യാം, ഓർ താഴോട്ടേക്ക് ചെയ്യാം കുറയ്ക്കണമെങ്കിൽ.
ആൻഡ് ഹിയർ നമുക്ക് വെക്കുന്ന പാട്ടിൻ്റെ പ്രീവിയസ് നെക്സ്റ്റും പോവാം, പിന്നെ വോളിയം ഇൻക്രീസും ഡിക്രീസും ചെയ്യാം, പിന്നെ മ്യൂട്ടും ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് കോൾ എടുക്കാനായിട്ട്, കോൾ അറ്റൻഡ് ചെയ്യാൻ, കോൾ കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഈ 2 സൈഡിൽ വരുന്നുണ്ട് ദിസ് ബട്ടൺ, ഇപ്പുറത്തും വരുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് മാനുവൽ ആക്കാനായിട്ട് 2 സൈഡിലും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈപ്പറുടെ ആണ് വരുന്നത്, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും. അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പാർക്കിംഗ് വരുന്നുണ്ട്, ഇത് റിവേഴ്സ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, ഡ്രൈവിംഗ് വരുന്നുണ്ട്, ആൻഡ് ഓൾസോ മാനുവൽ. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്, നമുക്ക് വല്ല കൂൾ ഡ്രിങ്ക്സ് ഓർ വല്ലതും വെക്കണമെങ്കിൽ ഇവിടെ വയ്ക്കാം. ആൻഡ് ഓൾസോ ഇവിടെ നമുക്ക് കൂൾ ചെയ്യണമെങ്കിൽ കൂൾ ചെയ്യാം, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് USB വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ 2 സീറ്റ് വെന്റിലേറ്റഡ് ആണ്, സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ആൻഡ് ഇത് ചാർജ് ചെയ്യണ പോർഷനാണ്. പിന്നെ നമുക്ക് വരുന്നത് ഇവിടെ AC-യുടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇത് നമ്മുടെ സ്ക്രീൻ. പിന്നെ നമുക്ക് നമ്മുടെ സീറ്റ് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് ചാരി ഇരിക്കാനും നമുക്ക് പൊക്കാനായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ടും പറ്റും. പിന്നെ ഇത് സീറ്റ് പൊക്കണതും താഴ്ത്തുന്നതുമാണ്. പിന്നെ നമുക്കിവിടെ ഹാൻഡ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, നമുക്കിത് നീക്കാം. ആൻഡ് ഓൾസോ നമുക്കിത് സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സീറ്റിലോട്ടേക്ക് പോവാം. സോ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്, വല്ല ബോട്ടിലോ വല്ല വെക്കാനായിട്ട്. നോട്ട് എക്സ്ട്രാ സ്റ്റോറേജ്, ഇവിടെ ഹാൻഡിൽ. നമുക്ക് ഇവിടെ സെക്കൻഡ് റോയില് ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്, 2 സീറ്റായിട്ട്. ആൻഡ് നടുക്കിൽ സ്പേസിന് പുറകിലോട്ട് പോകാനായിട്ട് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലോട്ടേക്ക് കയറ്റാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഇത് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും. ആൻഡ് ഓൾസോ ഇവിടെയും നമുക്ക് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് നീക്കാം. ഇത് ഇവിടെ കാലിനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ സെയിം രീതിയിൽ തന്നെയാണ് ഇപ്പുറത്തെയും സീറ്റ്. ആൻഡ് ഇവിടെ നമുക്ക് സീറ്റിന് ഇവിടെ പോക്കറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ AC വരുന്നത് ഇവിടെ പുറകിലോട്ടേക്കുള്ള AC 4 എണ്ണം വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ലൈറ്റും വരുന്നുണ്ട് മുകളിൽ. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ടേക്ക് പോകാം. സോ ബാക്കിലോട്ട് പോകാനായിട്ട് നമുക്ക് സീറ്റ് ഒന്ന് മാറ്റാം. ഇതിൽ കൂടെ കയറാം, അല്ലെങ്കിൽ നമുക്ക് നടുക്കിക്കൂടെയും കയറാം. ഇത് നമുക്കിവിടെ നല്ലോണം സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് പുറകോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും പറ്റും. നമുക്കിവിടെ കുറേ ലെഗ് സ്പേസും കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്കിവിടെ വല്ല ഡ്രിങ്ക്സ് വെക്കാനായിട്ടുള്ള സ്ഥലമുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള പോർഷനുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ വല്ല ഡ്രിങ്ക്സ് വെക്കാനായിട്ട്, പക്ഷെ ഇവിടെ ചാർജിങ് പോർഷനില്ല, ഇപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ഇവിടെ തലമുട്ടില്ല, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ വണ്ടി ഓടിക്കാറായിട്ടില്ല, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ 360 ഡിഗ്രി വ്യൂ ഒക്കെ നോക്കാം. സോ നമ്മുടെ സ്ക്രീൻ ഇവിടെ ഓൺ ആവുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ നമ്മുടെ 360 ഡിഗ്രി വ്യൂ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം. ഇനി നമുക്ക് ഓടിക്കണത് പിന്നെ കാണാം.